ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും ലൈഫ് ഓഫ് കീർത്തന 2.1 എന്ന എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ കുറേ കാലത്തിന് ശേഷമാണ് ഇങ്ങനെ ഒരു ഫേസ് ടു ഫേസ് വീഡിയോ ഇടുന്നതല്ലേ. അതും ഞാൻ ഫസ്റ്റൊക്കെ ഇട്ടിരുന്ന വീഡിയോ എഡ്യൂക്കേഷൻ ടൈപ്പ് ഓഫ് വീഡിയോസ് ആണ്. അപ്പോൾ ഞാനൊന്ന് മാറ്റി പിടിച്ച് അപ്പോൾ ഇന്ന് ഇങ്ങനൊരു വീഡിയോ ചെയ്യാനുള്ള മെയിൻ റീസൺ ഒരാളെ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു തരാനും നേരിട്ട് കാണിക്കാനും പിന്നെ അയാളുടെ കുറച്ച് ലീലാവിലാസങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നിങ്ങൾക്ക് ഇൻട്രോ തരേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല. ഓൾറെഡി ചാനൽ കാണുന്നവർക്ക് മനസ്സിലായിട്ടുണ്ടാവും ആരെ കുറിച്ചാണ് ഞാൻ പറയണമെന്നുള്ളത്. അപ്പോൾ ഞാൻ വേറെ ആരെ കുറിച്ചല്ല പറയുന്നത്, നമ്മുടെ ഷാഡോനെ കുറിച്ചാണ്. അപ്പോൾ ഞാനൊരു മൈ വൺ ആൻഡ് ഓൺലി പെറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. മൈ ഫസ്റ്റ് പെറ്റാണ്. സോ എനിക്കൊരു പെറ്റ് എന്നുള്ളതിനുപരി ഇപ്പോൾ വന്നതൊരു എൻ്റെ സ്വന്തം ഒരു മോനെ പോലെയാണ് കാണുന്നത്. പിന്നെ അതിലുപരി തന്നെ ഒരു എന്ത് വേണമെങ്കിലും പറയാം, നമ്മുടെ സ്വന്തം എന്നുള്ള ഒരു ഫീല് നമുക്ക് വരും. അപ്പൊ അങ്ങനെ വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ആളെ കാണിക്കാം. അപ്പൊ ഞാൻ ഇന്ന് ചെയ്യാൻ പോണ വീഡിയോ, നമ്മൾ ഫസ്റ്റ് ഗ്രൂമിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഗ്രൂമിങ് എനിക്ക് ഫസ്റ്റ് അറിയണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ വന്ന് ഫസ്റ്റ് ആ വാങ്ങിയ ഷോപ്പിൽ നിന്ന് തന്നെയാണ് ഗ്രൂമിങ് ചെയ്തത്. അപ്പോൾ ഞാൻ ഇപ്പൊ വിചാരിച്ചു ഇനി എന്നും ഗ്രൂമിങ് ചെയ്യാൻ അങ്ങനെ കൊടുക്കുന്നത് കുറച്ച് ഡിഫിക്കൽട്ടാണ്. അപ്പൊ ഞാൻ തന്നെ ഗ്രൂം ചെയ്ത് പഠിക്കാം. അപ്പോൾ അവിടെയുള്ള സെയിം പ്രൊഡക്ട്സ് തന്നെ എൻ്റെ കയ്യിലുണ്ട്. പിന്നെ ഞാൻ ആമസോണിനും ഫ്ലിപ്കാർട്ടിൽ നിന്നും കുറേ പ്രൊഡക്ട്സ് വാങ്ങിയിട്ടുണ്ട്. അപ്പൊ അതും കൂടി നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് അതിന്റെ എക്സ്പീരിയൻസ്, ഫസ്റ്റ് ബാത്ത്, എൻ്റെ കയ്യിൽ നിന്നുള്ള ഫസ്റ്റ് ബാത്ത് നിങ്ങളെ നേരിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇപ്പോൾ ഞാൻ പറയാൻ പോണത്, ഒരു പെറ്റ് വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ പെറ്റ് ഓൾറെഡി ഉള്ള ആൾക്കാർക്ക് വേണ്ട കുറച്ച് സാധനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. ഇപ്പോൾ ക്യാറ്റ് ആണെങ്കിലും ഡോഗ് ആണെങ്കിലും എന്തായാലും നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യും. അപ്പോൾ അത് ഏതൊക്കെയാണെന്നുള്ളതാണ് ഞാൻ നിങ്ങളെ ഫസ്റ്റ് പരിചയപ്പെടുത്തും. ഒരു മിനിറ്റ് ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ഷാഡോ മോൻ. ഞാനിപ്പോൾ ഒന്നും ചെയ്തില്ല, അതിനെ വന്ന് ജസ്റ്റ് കണ്ണിന്റെ ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു, അത്ര തന്നെ ഉള്ളു. അപ്പൊ ഇതാണ് എന്റെ ഷാഡോ കുട്ടി. നോക്ക്, പറയ് ഹായ് ഗൈസ്, പറയ് ഹായ് ഗൈസ്, ഹായ് ഗൈസ് പറയ്. ഫുൾ ഓടി നടക്കലാണ് ഇപ്പൊ പണി. അറിയില്ല, അതിന് ഫസ്റ്റ് ഗ്രൂം ചെയ്ത സമയത്ത് എന്നോട് ഭയങ്കര ദേഷ്യം ഉണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ തന്നെയല്ലേ ഗ്രൂം ചെയ്യാൻ പോണത്. അപ്പൊ അതുകൊണ്ട് ചിലപ്പോ മീൻസ് ഞാൻ തന്നെയല്ലേ കുളിപ്പിക്കാൻ പോണത്. അപ്പൊ നല്ല ദേഷ്യം കാണിക്കായിരിക്കും. അപ്പൊ സാധനങ്ങൾ ഞാൻ ഇൻട്രോ കാണിക്കാം. അപ്പോൾ ഫസ്റ്റ് ഞാൻ കാണിക്കാൻ പോണത്, ഇത് അവരെ ഷോപ്പിൽ നിന്ന്, മീൻസ് അവരുടെ ഞാൻ വാങ്ങിയ ബോമൗ ഷോപ്പിൽ നിന്ന് അവർ തന്ന ഒരു ഫസ്റ്റ് കാര്യമാണ് വെറ്റ് ടിഷ്യൂസ്, വൈപ്സ്. ഇതിൽ 80 വൈപ്സ് ഉണ്ട്. പിന്നെ ഇതെന്താണ്, ടീ ട്രീ ഓയിലാണ് ഇതിൽ വരുന്നത്. നല്ല സ്മെല്ലുണ്ട് കേട്ടോ. അപ്പൊ ഇതെന്തിനാന്ന് വെച്ചാ, നമ്മൾ പെറ്റിന്റെ ഈ ഭാഗം കണ്ടോ, ഈ കണ്ണിന്റെ ഈ ഭാഗത്തൊക്കെ വന്നിട്ട് നമ്മൾ ഇങ്ങനെ ഇങ്ങനെ വന്ന് നിൽക്കില്ലേ കരയുമ്പോ, അങ്ങനത്തെ നമുക്ക് വരും, പീളാന്ന് പറയും നമുക്ക് കണ്ണിന്റെ, അതുപോലെ ഇവർക്കും വരും. ഇപ്പൊ ഞാൻ കുറച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ട്, പക്ഷെ എന്നാലും ഇപ്പൊ പുതുതായി വന്നിട്ടുണ്ട്. അപ്പൊ ഇങ്ങനത്തെ സംഭവങ്ങൾ നമ്മൾ നൈസായിട്ട് തുടയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വെറ്റ് ടിഷ്യൂസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത് എല്ലാ ഡോഗ്സിനും എല്ലാ പെറ്റിനും നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് വെറ്റ് ടിഷ്യൂസ്. ഓക്കെ, അപ്പൊ അതാണ് ഫസ്റ്റ് കാര്യം. പിന്നെ വന്നിട്ടുള്ളത് ഇത് ഫ്രഷ്മി എന്ന് പറഞ്ഞ, അപ്പൊ ഇത് ഞാൻ വാങ്ങിയ സമയത്ത് ഒരു 1.5 മന്ത് ബേബി ആയിരുന്നു ഇത്. അപ്പൊ നമുക്ക് അങ്ങനെ കുളിപ്പിക്കാനൊന്നും പറ്റില്ല, നമുക്ക് ഇങ്ങനെ പെറ്റിനൊന്നും. അപ്പൊ അതിനുവേണ്ടി അവർ തന്ന ഒരു ക്ലെൻസർ, വാട്ടർലെസ് ക്ലെൻസർ, ഇതൊരു സോപ്പ് പോലെ വരും നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ. അപ്പൊ അതാണ് ഇതെന്ന് പറയുന്നത്. അപ്പൊ ഇത് നമ്മൾ പ്രസ് ചെയ്ത് ഇങ്ങനെ ദേഹത്ത് ഇങ്ങനെ തേച്ച് സോപ്പ് പോലെ തേച്ചിട്ട് ഈ വെറ്റ് ടിഷ്യൂ വെച്ച് തുടച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഡ്രയർ വെച്ച് ഉണക്കാൻ പറ്റും. അതാണ് വേറൊരു കാര്യം. അപ്പൊ ഇതിന്റെ പ്രൈസ് ഞാൻ പറയാൻ വിട്ടുപോയി. ഇതിന്റെ പ്രൈസ് വരുന്നത് 380 റുപ്പീസ് ആണ്, 380 രൂപയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത്. പിന്നെ ഈ ഒരു വെറ്റ് ടിഷ്യൂവിന്റെ പ്രൈസ് വരുന്നത് 430 രൂപ, 430 റുപ്പീസ്. 80 വൈപ്സ് ഉണ്ട് കേട്ടോ. ഇതിൻ്റെ ഇത് കഴിഞ്ഞിട്ടൊന്നുമില്ല, ഇനിയും കുറെ ഉണ്ട്. അപ്പൊ ഇതിന്റെ ഒരു കൺസിസ്റ്റൻസി ഞാൻ കാണിച്ചു തരാം. ഇതാ കണ്ടോ, ഇങ്ങനെയാണ് ഒരു കൺസിസ്റ്റൻസി, സോപ്പ് പോലെ ഇങ്ങനെ വരും. ഇതാണ് അതിന്റെ കൺസിസ്റ്റൻസി പറയുന്നത്. അപ്പൊ നമുക്ക് ഈസി ആയിട്ട് അതിന്റെ കാലിന്റെ അവിടെ മേലൊക്കെ തേച്ച് നമുക്ക് നല്ല സ്മെല്ലാണ് കേട്ടോ. ഇതിനൊരു സ്മെല്ലിന്റെ സ്മെൽ നെയിമൊന്നുമില്ല, നല്ലൊരു സ്മെല്ലാണ്. അപ്പോൾ ഇത് തേച്ചായിരുന്നു ഞാൻ ഫസ്റ്റ് ആദ്യമൊക്കെ ഞാൻ വൈപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്.
ഇനി ഞാൻ നെക്സ്റ്റ് പറയാൻ പോണത്, നെക്സ്റ്റ് എന്താ പറയണ്ടത്? ഷാഡോ പറയും. നെക്സ്റ്റ് എന്താ പറയണ്ടത്? എല്ലാ പെറ്റ്സിനും വേണ്ട ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ് ഇത്. ഓക്കെ, പൂച്ചയുടെ പോലെ തന്നെ ഉള്ള ഷേപ്പിലുണ്ട് ഇത്. ഇതാണ് ഞാൻ ഫസ്റ്റ് മേടിച്ചത്. എനിക്ക് തോന്നുന്നു ഇതിനൊരു 240 അങ്ങനെ എങ്ങാണ്ടാണ്. ഇതെന്താന്ന് വെച്ചാൽ ഇത് നമ്മള് ഒരു മിനിറ്റ് കാണിച്ചു കൊടുക്കട്ടെ എങ്ങനെ ചെയ്യുന്നത്. നമ്മള് ഇപ്പൊ ഇത് വന്ന് ഇങ്ങനെ ഇതിന്റെ എക്സസ് രോമങ്ങൾ ഉണ്ടാവില്ല, അത് പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ ആക്കിയതിന് ശേഷം ഇത് പ്രസ് ചെയ്താൽ ഇതിൽ എക്സസ് ആയിട്ടുള്ള രോമം വരും. അതാണ് ഇതില്. ഇത് പക്ഷെ കുഞ്ഞതായതുകൊണ്ട് വല്ലാണ്ട് വരുന്നില്ല. എനിക്കിത് യൂസ്ഫുൾ ആയി തോന്നില്ല. പിന്നെ അത്രയും പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ ആക്കുമ്പോൾ എനിക്കത് ഒരു പേടിയാവാം. അതുകൊണ്ട് ഇത് ഞാൻ യൂസ് ചെയ്യില്ലേക്ക് ഇതൊരു അത്ര യൂസ്ഫുൾ ആയി തോന്നിയില്ല. ചിലപ്പോൾ ഇത് വലുതാവുമ്പോൾ ഇതിന് കുറച്ചും കൂടി രോമൊക്കെ വരുമ്പോൾ ചിലപ്പോൾ അത് നന്നായി വർക്കാവുമായിരിക്കും. പക്ഷെ ഇപ്പൊ അത് വലിയ വർക്കാവുന്നില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, നെക്സ്റ്റ് സംഭവം മേടിച്ചു. ഇത് ചെറുത് കുട്ടി ആയതുകൊണ്ട് ഇത് മേടിച്ചു. ഇത് നല്ല യൂസ്ഫുൾ ആയിരുന്നു ഈ ഒരു ചീർപ്പ്. പിന്നെ ഇതിന് വന്ന് ഫസ്റ്റ് നല്ല ഈ പെയിൻ പോലത്തെ സാധനങ്ങൾ നിറയെ ഉണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് ഇത് വെച്ച് കോംബ് ചെയ്യുമ്പോൾ അത്യാവശ്യം എല്ലാ പെയിനും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ സ്പോട്ട് ഓൺ അപ്ലൈ ചെയ്തിട്ടുണ്ട്. തലയുടെ ബാക്കിൽ നമ്മൾ അപ്ലൈ ചെയ്യണം സ്പോട്ട് ഓൺ. അപ്പൊ വന്ന് ഒരു 2 ദിവസത്തിനുള്ളിൽ എല്ലാ പെയിനും ചത്തു. പേനല്ല, എന്താ പറയാ, ഒരു അങ്ങനെ വരില്ല, ഈ ഒരുമാതിരി പെയിൻ പോലെ തന്നെ അങ്ങനത്തെ ഒരു ഇത് വരും. ജീവികൾക്ക് എല്ലാവർക്കും, മീൻസ് പൂച്ച പട്ടി എല്ലാവർക്കും വരും. അപ്പൊ ആ സംഭവം അപ്ലൈ ചെയ്ത് ഇതാക്കുമ്പോൾ നല്ല വരുന്നുണ്ട്. നല്ല യൂസ്ഫുൾ ആണ് ഈ ഒരു ചീർപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന് അത്ര റേറ്റ് ഒന്നുമില്ല. 150 180 ആ ഒരു റേറ്റിൽ ഇത് കിട്ടും. അപ്പൊ ഇതാണ് എനിക്ക് കുറച്ചുകൂടി യൂസ്ഫുൾ ആയി തോന്നിയത്. നെക്സ്റ്റ് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയൊരു കോംബോ ആണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. ഈ 3 കോംബോ അല്ല, ഈ 4 കോംബോ, ഇതാണ് ഞാൻ ഈ പറയാൻ പോകുന്നത്. ഫസ്റ്റ് വൺ നമുക്കറിയാം, നഖം വെട്ടാന്. നമ്മുടെ നഖം വെട്ടുന്ന മാതിരിയല്ല നമ്മൾ പെറ്റിന് നഖം വെട്ടുന്നത്. ഇതൊരു വെറൈറ്റി ഇതാണ്. നമ്മളിങ്ങനെ അതിന്റെ ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്യുക, അപ്പൊ നഖം വെട്ടും. ഇതതുപോലെ നഖം കൂർത്ത നഖമാകുമ്പോൾ അതിന് ഷേപ്പ് ചെയ്യാൻ വേണ്ടി, അത് നമുക്കുണ്ടല്ലോ ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവം, അതാണ് ഇത്. ഓക്കെ, അത് എത്ര റേറ്റ് എന്നറിയില്ല. പക്ഷെ എല്ലാത്തിനും കൂടി ഇത് അത്ര പൈസ ഇല്ല. ഒരു 250 രൂപയ്ക്ക് 4 കൂടി കിട്ടി. ഇത് എന്താ പറയാ, ഷാംപൂ ഇട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിന്റെ ദേഹം മൊത്തം ഇങ്ങനെ മസാജ് ചെയ്തിട്ട് തുടയ്ക്കാനുള്ള, ക്ലീൻ ചെയ്യാനുള്ള ഒരു സംഭവം. അപ്പോൾ ഇവിടെ ഓപ്പൺ ചെയ്യാനുള്ളതുണ്ട്. നമുക്ക് ഇതിൽ ഒഴിച്ചു കൊടുക്കാം. ഷാംപൂ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കുളിപ്പിക്കാം. അപ്പൊ അതിനു വേണ്ടിയാണ് ഇത്. പിന്നെ ഇതെന്തിനാണ് തന്നതെന്ന് എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നു ഇത് കുറച്ച് വലിയ ഡോഗുകൾക്കൊക്കെ യൂസ്ഫുൾ തോന്നുന്നു. പക്ഷെ എനിക്കിത് എന്തിനാണെന്നറിയില്ല. ഇതിൻ്റെ ഒപ്പം കിട്ടിയപ്പോൾ ഞാൻ എന്തായാലും ഒരു കടി കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, ഇത് ഇട്ടിട്ട് തന്നെ ചെയ്യാന്ന് വിചാരിച്ച് ഇതിങ്ങനെ ഇട്ടതിന് ശേഷം എന്ത് ചെയ്യാം, ഇങ്ങനെ എന്താ സംഭവം എനിക്ക് വലിയ ഐഡിയ ഇല്ല. പക്ഷെ അത് പിടിക്കാൻ എളുപ്പമായിരിക്കും തോന്നുന്നുണ്ട്, പെറ്റിനെ പിടിക്കാനുള്ള എളുപ്പമായിരിക്കും തോന്നുന്നുണ്ട്. അപ്പൊ അതിനു വേണ്ടിയാണ് ഇത് തോന്നുന്നു. എന്തായാലും ഓക്കെ. നെക്സ്റ്റ് ഞാൻ ഇത് അത്യാവശ്യം നല്ലൊരു പ്രൊഡക്റ്റാണ്. ഇത് അവിടെ നിന്ന് തന്നെ എനിക്ക് കിട്ടിയ ഷോപ്പിൽ നിന്ന് തന്നെ അവർ തന്നൊരു പ്രൊഡക്റ്റാണ് ഇത് എന്ന് പറയുന്നത്. എന്താ, ലോവിയുടെ ലക്ഷറി ഫോർ പെറ്റ്. ഇതൊരു സ്പ്രേ ആണ്, പെർഫ്യൂം, പെറ്റ് പെർഫ്യൂം സ്പ്രേസ്. നല്ല സ്മെല്ലാണ്, ലോങ് ലാസ്റ്റിംഗ് ആണ്. ഇതെന്ത് ചെയ്യുക, കുളിപ്പിച്ചതിനൊക്കെ ശേഷം നമ്മൾ ഡ്രൈ ചെയ്തതിന് ശേഷം ഇത് ജസ്റ്റ് അതിന് കണ്ണിലൊന്നും ആവാണ്ട് ജസ്റ്റ് നമ്മൾ കൈ വെച്ചിട്ട് ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുക. അപ്പം നല്ല സ്മെല്ലുണ്ടാവും, ലോങ് ലാസ്റ്റിംഗ് ആണ്. എനിക്ക് തോന്നുന്നു 2 days വരെ ഈ സ്മെല്ല് നിൽക്കാറുണ്ട്. ഇതിന് വന്ന് എത്രയാണ്, ഇതിന് 300 ഇതിൽ കാണിക്കുന്നത്. പക്ഷെ എനിക്ക് കടയിൽ നിന്ന് മേടിച്ച സമയത്ത് ഒരു 500 rupees-നാണ് അവർ തന്നിട്ട്. പറ്റിച്ചാണെന്ന് അറിയില്ല. ബട്ട് ഇത് ഓൺലൈനിൽ ചെക്ക് ചെയ്ത് നോക്കും, നല്ല സ്പ്രേ ആണ്. പിന്നെ നെക്സ്റ്റ് വരുന്നത് ഓഡി ക്ലീൻ ഫോർ ക്ലീൻ ആൻഡ് ഹെൽത്തി ഇയേഴ്സ്. നമ്മളെ പെറ്റിന് ചെവിക്ക് വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണ്. പെട്ടെന്ന് ക്ലീൻ ആവും, 2 minutes എല്ലാം ക്ലീൻ ആവും. നമ്മൾ പെറ്റിന്റെ ചെവിയിലുണ്ടാവും ഒരു എന്താ പറയാ, ഇങ്ങനെ നമ്മുടെ ചെവിയിലുണ്ടാവില്ല ചെപ്പി, അതുപോലെ പെറ്റിന്റെ ചെവിയിൽ എന്തുണ്ടാവും, ഒരു കാപ്പി കളർ അങ്ങനത്തെ കുറച്ച് ഇതുണ്ടാവും. അപ്പൊ അത് പോകാൻ വേണ്ടി എന്ത് ചെയ്യാം, ഇതൊരു 2 drops അല്ലെങ്കിൽ 3 drops മാക്സിമം നമ്മൾ ഉറ്റിച്ചതിന് ശേഷം ഒരു 2 minutes മസാജ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, വൈപ്പ് ചെയ്തെടുക്കുക.
വെറ്റ് ടിഷ്യൂ വെച്ച് വൈപ്പ് ചെയ്തെടുക്കുക. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ബഡ്സ് വെച്ച് വൈപ്പ് ചെയ്യാം. ബഡ്സ് വെച്ച് വൈപ്പ് ചെയ്യുന്ന കുറച്ച് ഒരു എന്താ പറയുക, ഒരു ഡേഞ്ചറാണ്. വൈപ്പ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല, പക്ഷെ എന്നാലും കുറച്ചും കൂടി സേഫ്റ്റി പർപ്പസിന് വേണ്ടിയിട്ട് നമുക്ക് എന്താ ചെയ്യുക, വെറ്റ് ടിഷ്യൂ വെച്ച് നല്ല സ്മൂത്ത് ആയിട്ട് എടുത്താൽ മതി. അപ്പോൾ അതിലുള്ള എല്ലാ എന്ത് പറയും, ബാഡ് ആയിട്ടുള്ള എക്സസ് വരുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, കച്ചറകളൊക്കെ അങ്ങോട്ട് പോകും, ക്ലീൻ ആവും, ചെവി രണ്ടും ക്ലീൻ ആവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണിത്. ഇത് വരുന്നത് 210 രൂപയാണ് ഇതിൽ വരുന്നത്. അപ്പോൾ ഇതും ഞാൻ ഷോപ്പിൽ തന്നെ മേടിച്ചത് സംഭവം. ഇനി ഇത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയുണ്ടാവും, ബ്രഷ്. നമുക്ക് മാത്രമല്ല ബ്രഷ്, പെറ്റിനും ബ്രഷ്. എനിക്ക് ക്യൂട്ടായിട്ട് തോന്നിയ ഒരു സംഭവമാണ് ബ്രഷ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിങ്ങനെ 2 സംഭവം ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, ഇത് കുഞ്ഞു പല്ലല്ല, അപ്പോൾ കുഞ്ഞു പല്ലിന് വേണ്ടി ഇതും, കാലിന്റെ ഭാഗം തേച്ച് ഉരയ്ക്കാൻ വേണ്ടിയിട്ട് ഇതും യൂസ് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. നൈസല്ലേ? ഇനി ലാസ്റ്റ് നമ്മൾ ഡ്രയർ. ഇതിപ്പോ എന്റെ ഡ്രയറാണ്, മുടിക്ക് ഫിലിപ്സിന്റെ ഡ്രയർ. ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 പ്രൊഡക്ട്സ് ആണ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോണത്. പെർഫെക്റ്റ് വൈറ്റിന്റെ കോട്ട് ബ്രൈറ്റ്നർ ഷാംപൂ, കണ്ടീഷനിങ് ഷാംപൂ. ഓക്കെ, ഇതിൽ ഈ പിക്ചർ കാണിച്ച മാതിരി തന്നെ എന്താണ്, വൈറ്റ് കണ്ടോ, വൈറ്റ് പേർഷ്യൻ കാറ്റാണ് ഇതിൽ വരുന്നത്. അപ്പോൾ മോസ്റ്റ് പ്രിഫറബിൾ ടു വൈറ്റ് കാറ്റ്സ്. വൈറ്റ് കാറ്റ്സിന് അതിന്റെ ഒരു എന്താ പറയാ, ആ വൈറ്റ് ഷൈനിങ് നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഷാംപൂ എന്ന് പറയുന്നത്. ഇത് അത്യാവശ്യം കോസ്റ്റ്ലിയാണ്. ഇത് ആമസോൺ ഓൺലൈനിൽ ഞാൻ മേടിച്ചത് 1500 രൂപ, എന്ന് വെച്ചാൽ 1438 രൂപ അങ്ങനെയായിരുന്നു പൈസ. 1438, ഓൾമോസ്റ്റ് 1500, ആ ഒരു റേഞ്ചിൽ മേടിച്ച ഒരു ഷാമ്പു ആണിത്. ഇതിന്റെ സ്മെല്ല് നല്ല രസമാണ്, നല്ല സ്മെല്ലാണ് ഇതിന്റെ. ഒരു എന്താ, ഒരു നമ്മുടെയൊക്കെ സ്പ്രേ ഉണ്ടാവില്ലേ അതുമാതിരി, നമ്മുടെയൊക്കെ കണ്ടീഷണർ ഒരു സ്പ്രേ ഉണ്ടാവില്ലേ, ഒരു റോസ്, പിന്നെ എന്താ പറയാ, ഒരു എനിക്ക് പറയാറില്ല, ഒരു നല്ലൊരു സ്മെല്ലാണ് ഇതിന് വരുന്നത്. അപ്പൊ നമുക്ക് നല്ല യൂസ് ചെയ്യാം. പിന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എല്ലാവരും വാങ്ങുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് എറീന EP, ഹിമാലയയുടെ ഈ പ്രൊഡക്റ്റ്. ഇത് എനിക്ക് തോന്നുന്നു ഡോഗ്സിന് യൂസ് ചെയ്യാൻ തോന്നുന്നുണ്ട്. ലെമൺ ഫ്രാഗ്രൻസ് ആണ് വരുന്നത്. അപ്പോൾ ഇത് എനിക്ക് സ്മെല്ല് അധികം ഇഷ്ടപ്പെട്ടില്ല, പക്ഷെ എന്നാലും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഇത് എല്ലാവരും കോമൺലി യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ്. പക്ഷെ എനിക്ക് കുറച്ചും കൂടി നന്നായി തോന്നുന്നത് ഇതാണ്. അപ്പൊ ഇത് 2ആണ് പ്രൊഡക്റ്റ്. പിന്നെ ഞാൻ അതിന്റെ സ്മെല്ല് പറയാൻ വിട്ടുപോയി. ഈ ഒരു പ്രൊഡക്റ്റ് ഉണ്ടല്ലോ, ഇത് നമ്മുടെ ഇയേഴ്സിന് വേണ്ടിയിട്ടുള്ള ഈ ഒരു പ്രൊഡക്റ്റ്. ഇതിന്റെ സ്മെല്ല് എന്താന്ന് വെച്ചാൽ നമ്മുടെ കറുവപ്പട്ട, ഗ്രാമ്പു, ഇതിന്റെ ഒരു സ്മെല്ലാണ് കേട്ടോ. നല്ല നൈസ് സ്മെല്ലാണ്.